ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പപ്പി സത്യയോട് പറയാൻ വേണ്ടി ശാലിനിയോട് പറയാണ്, ഞാൻ പറയട്ടെ എൻ്റെ ഫോണിങ് തന്നേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങാൻ കേട്ടോ. ഇതേ സമയം അവിടെ ശാലിനി, മോളെ ഞാൻ പറയുന്നതൊന്ന് നീ കേൾക്കുമോ എന്താ എന്ന് ചോദിക്കുമ്പോൾ സത്യയോട് ഇപ്പോൾ നീ പറയണ്ട, അതെന്താ അവളോട് പറഞ്ഞാൽ അവളോട് ഇത് ശരിക്കും നേരിൽ പറയേണ്ട കാര്യമാണ്, പക്ഷേ ഇപ്പോൾ തന്നെ പറയേണ്ടത് കൊണ്ട് ഞാൻ ഫോണിൽ പറയാണ്, അവളിത് കേട്ടാൽ എത്രമാത്രം സന്തോഷിക്കുന്ന അറിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇതിപ്പോൾ നീ പറയണ്ട, അതെന്താ പറയണ്ടെന്ന് പറയുന്നത്, ഞങ്ങൾ സിസ്റ്റർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ സിസ്റ്റർ തന്നെയാണ്. അത് കേൾക്കുന്ന ക്ഷമയും രോഹിത്തൊക്കെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കണം കേട്ടോ. എന്നിട്ട് പറയണേ, ഇതിപ്പോൾ നീ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളിലോട്ട് വഴിയൊരുക്കും എന്ന് പറയണേ. അത് കേൾക്കുന്ന പപ്പി ചോദിക്കുക, എന്ത് പ്രശ്നം? അതെ, ഈ സത്യാമ്മ എന്നെ ഇവിടെ കയറ്റിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് നിനക്കറിയില്ലേ? അപ്പോൾ സത്യയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ്റെ കാര്യവും അവളോട് പറയേണ്ടി വരും. അച്ഛൻ വിഷ്ണു അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് സങ്കടമാവും. അതുകൊണ്ട് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ ധൃതിപ്പെടും. അത് ഇല്ലാതിരിക്കാൻ നീ ഇപ്പോൾ ഇത് മറച്ചു വെക്കണം എന്നിങ്ങനെ പപ്പിയോട് പറയുമ്പോൾ പപ്പി അവിടെ തല താഴ്ത്തുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം മോളെ എനിക്ക് സത്യം ചെയ്തതാ എന്ന് പറയുമ്പോൾ സത്യം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കുഞ്ഞ് യാതൊരു രക്ഷയും ഇല്ലാത്തത് കൊണ്ട് തന്നെ സത്യം ചെയ്ത് കൊടുക്കുന്നു. ഇതേ സമയം ഗോപാലനെയാണ് കാണിക്കുന്നത്. ഗോപാലൻ ശാരദാമ്മയോട് പറയണേ, എന്തൊരു ജീവിതമാണ്, എന്തൊരു വിഡ്ഢിത്തരമാണ്, നിൻ്റെ മകൾ കളക്ടറിനേക്കാൾ നല്ലത്. കളക്ടർ പദവി ഇല്ലാതെ വെറുതെ ഒരു മുക്കിലിരിക്കുന്നതായിരുന്നു നല്ലത്. കാരണം ആ സത്യഭാമ എന്ന അഹങ്കാരിയെ വലിച്ചു വാരി പുറത്തോട്ട് ഇടല്ലേ വേണ്ടത്. അവരുടെ ഇത്രയും ദുഷ്ട മനസ്സ് ആർക്കാണുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നിങ്ങൾ ഈ പറയുന്നത് പോലെയല്ലേ, നിങ്ങൾക്ക് ഒരു വട്ടം അവിടെ പോയപ്പോൾ കണ്ടതല്ലേ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കളക്ടർ എന്ന പദവി അവൾ ഇപ്പോൾ ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയാണ്. സത്യഭാമയുടെ വീട്ടിൽ ആ വിഷ്ണു എന്ന് പറയുന്നവൻ വേറെ പെണ്ണ് കെട്ടിയെങ്കിൽ അവനെ ഒരു നോട്ടം കൊണ്ട് പേടിപ്പിച്ച് നിർത്താൻ ഷാനിക്ക് കഴിയും. എന്നാൽ അത് ചെയ്യുന്നില്ല. സത്യഭാമയുടെ നേർക്ക് കേസ് കൊടുക്കാം, ഈ പറയുന്ന വിഷ്ണുവിൻ്റെ നേർക്ക് കേസ് കൊടുക്കാം. അവരെയൊക്കെ അഴിക്കുള്ളിൽ കയറ്റി ഒരു പാഠം പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യഭാമ എന്ന് പറയുന്ന അഹങ്കാരിയായ സ്ത്രീ രാജകൊട്ടാരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയാണെങ്കിലും ഷാനിയുടെ മുന്നിലോട്ട് ഓടി വന്നിരുന്നില്ലേ, അതിൻ്റെ ആ ഒരു പദവി അവൾ ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ, ദേ ഗോപാലേട്ട, നിങ്ങൾ പറയുന്നത് പോലെയൊന്നല്ല കാര്യം, ഞാൻ പറയുന്നത് പോലെയല്ലേ എങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളൊക്കെ പറയുന്നത് പോലെ അവളുടെ വേലക്കാരിയായത്? അതായത് ശ്യാമയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി, ഇനി ശ്യാമയുടെ വേലക്കാരി സത്യഭാമയുടെ വേലക്കാരി ഒരു കളക്ടർ ചെയ്യുന്നത് അവിടെ അതിന് വേണ്ടിയിട്ടല്ലേ കൊണ്ടുപോയത്? ഒരു കാര്യം അവർ ചിന്തിക്കണ്ടേ? ഈ ശ്യാമയുടെ അമ്മയാര്, ശാലിനിയുടെ അമ്മയാര്, അവരുടെ ആ ഒരു അവകാശം അവർ നോക്കുന്നുണ്ടോ? അവരത് നിഷേധിക്കുകയല്ലേ ചെയ്യുന്നത്? ആരോട് അവർക്ക് സ്നേഹമില്ല, അവരെ തന്നെ മാത്രം സ്നേഹിക്കുന്നുള്ളൂ എന്ന് ഗോപാലൻ പറയുമ്പോൾ, രാഘവേട്ട ഞാനും പറയുന്നതൊന്ന് കേൾക്ക്, ഇനി എനിക്ക് വാക്കുകളൊന്നുമില്ല. നമ്മുടെ മകൾ ഒരു പൊട്ടിക്കാളിയാണെന്ന് കരുതി നമ്മൾ ആ പൊട്ടത്തരത്തിന് ഒരിക്കലും നിൽക്കരുത്. അതുകൊണ്ട് ഇത് ചോദ്യം ചെയ്യുക തന്നെ വേണം. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കുഞ്ഞറിയട്ടെ, കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കുഞ്ഞറിയട്ടെ, ഇനി മതി, ഇത് നിർത്ത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെന്താ പറയുന്നത്? സത്യയെ അറിയിക്കുക, അത് തന്നെ സത്യയെ അറിയിക്കുക എന്ന് പറയട്ടോ. അപ്പോഴാണ് രാമേട്ടൻ സത്യയും കൊണ്ട് വീട്ടുമുറ്റത്ത് വന്നിറങ്ങുന്നത്. അപ്പോൾ സത്യയോട് അവിടെ ഗോപാലൻ പറയണേ, മോളെ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട, നമുക്ക് പോവാം ഒരു സ്ഥലം വരെ. എങ്ങോട്ട്? അതൊക്കെ ഉണ്ട്, നീ വാ എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ശാരദാമ്മ ഗോപാലിനെ അങ്ങ് തടയാണ്. ഗോപാലേട്ട ഞാനൊരു കാര്യം പറയട്ടെ, ഇതുപോലെ നിങ്ങൾ ആരുടെയും വാക്ക് കേൾക്കാതെ സത്യഭാമയുടെ വീട്ടുമുറ്റത്ത് പോയിട്ട് നിങ്ങളെ ഒരു പട്ടിയെ പോലെ സത്യഭാമ ആട്ടി ഇറക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് നിങ്ങളുടെ മകളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടിയതെന്ന് അത് ഓർക്കുന്നുണ്ടോ? അത് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്. ആരെയും ഒന്നും ചെയ്ത് സ്നേഹം എന്ന സാധനം പിടിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ശാലിനിയുടെ പദവി വെച്ച് നോട്ടം കൊണ്ടോ അതല്ലെങ്കിൽ അവളുടെ പദവി വെച്ചോ മറ്റുള്ളത് കൊണ്ടോ എന്തുകൊണ്ടും ഈ പറയുന്ന വിഷ്ണുവിനെയും സത്യഭാമയെ ഒരു പാടൊക്കെ പഠിപ്പിക്കുക. പക്ഷെ സ്നേഹം എന്ന സാധനം അത് പിടിച്ചു വലിക്കാൻ കഴിയുമോ? സ്നേഹം എന്ന സാധനം അത് സ്നേഹത്തിലൂടെ തന്നെ വാങ്ങണം, അല്ലാതെ ആരെയും ഭീഷണിപ്പെടുത്തി വാങ്ങാൻ പാടില്ല. അപ്പോൾ അത് കേൾക്കുന്ന അവിടെ ഗോപാലൻ ഒന്നിങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. ഇതേ സമയം ഇത് കേട്ട ഡ്രൈവറായ രാമേട്ടൻ പറയണേ, എൻ്റെ ഗോപാലൻ സാറേ ഞാനൊരു കാര്യം പറയാം, ഷാലിനി കൊച്ചി എന്ന് പറയുന്നത് അവൾ എല്ലാവരെയും സ്നേഹം കൊണ്ടാണ് കീഴടക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് വിഷ്ണു, അവനെയും സ്നേഹം കൊണ്ട് അവൾക്ക് കീഴടക്കാൻ കഴിയും. അവൾ കീഴടക്കുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. ഇതേ സമയം ഞാൻ കുഞ്ഞിനെ ഇറക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ കുഞ്ഞിനെ ഇറക്കാൻ ഒരുങ്ങുമ്പോൾ ഉടൻ തന്നെ അവിടെ സത്യ ചോദിക്കുകയാണ്, അല്ല എങ്ങോട്ട് പോവുക എന്നാണ് പറഞ്ഞത്? എൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോവുക എന്ന് പറഞ്ഞല്ലോ,
പറയുന്നുണ്ടോ, എൻ്റെ അമ്മ ഗോവയിലല്ലേ, ഗോവയിൽ കിടക്കുന്ന അമ്മയുടെ അടുത്ത് എങ്ങനെ പോകാനാണ്? അത് കേൾക്കുന്ന ഗോപാലൻ എന്ത് പറയണമെന്ന് അറിയാതെ അവിടെ ആകെ ഉത്തരം മുട്ടി നിൽക്കണം കേട്ടോ. ഈശ്വര, ഈ കുഞ്ഞിനോട് നേരത്തെ ഇങ്ങനെ പറയുകയും ചെയ്തു, ഇനി എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചില നേരത്തെ ഈ മുത്തശ്ശിന് യാതൊരു വിവരമില്ലാത്ത സംസാരങ്ങളാണ് എന്നിങ്ങനെ പറയുമ്പോൾ രാമേട്ടൻ പറയണേ, ഞാൻ പോട്ടെ, ഞാൻ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം സത്യയെ ശാരദാമ്മ വിളിക്കുകയാണ്. എന്നിട്ട് പറയാൻ നമുക്ക് അകത്തോട്ട് പോകാൻ, മോൾക്ക് ചായ തരാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഗോപാലൻ ആ ഒരു ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് പറയാണ്, ശരിയാണ്, ഒരു വിവരവുമില്ല, ചില സമയത്ത് ഇങ്ങനെയാണ് അങ്ങനെ ഒരു മനുഷ്യൻ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ഇതേ സമയം ശാലിനിയാണ് കാണിക്കുന്നത്. ശാലിനി സത്യാമ്മയുടെ വീട്ടുമുറ്റത്ത് തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കണം. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് സത്യം ചെയ്യിച്ച ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ്. അങ്ങനെ ശാലിനിയുടെ മനസ്സിൽ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്, അധികം നാളെ എനിക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല, അവളുടെ ചേച്ചി അമ്മ ആരാണെന്നുള്ള സത്യം അവൾ എന്തായാലും അവളുടെ കൂട്ടുകാരിയോട് പറയും, ഈ പറയുന്ന സത്യയോട് പറയും. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ ഈ സത്യങ്ങൾ അറിയുന്നതിന് മുന്നേ എനിക്ക് ചെയ്യാനുള്ള കടമ്പകൾ എനിക്ക് ചെയ്തു തീർക്കണമെന്ന് പറയുമ്പോഴാണ് കേട്ടോ അനുപല്ലവി കളക്ടർ വണ്ടിയുമായി അവിടെ എത്തുന്നത്. അങ്ങനെ രാമേട്ടനെ അനുപല്ലവി വരികയാണ്. അനുപല്ലവി ഓടി വന്ന് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം പറയണം. അപ്പോഴേക്കും ശാലിനി അകത്തോട്ട് ഓടിച്ചെല്ലാണ്. പിന്നീട് ടിവിയുടെ റിമോട്ട് എടുക്കുകയാണ്, ടി വി ഓണാക്കാണ്. ടി വിയിൽ കേൾക്കുന്ന ന്യൂസ് ശാലിനിയെ ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും തനിക്ക് താങ്ങാൻ കഴിയാത്ത ആ ന്യൂസാണ് അതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ആ ടി വിയിൽ പറയുന്നത്, ചൈന കോളനിയിലെ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ 32 കുഞ്ഞുങ്ങളായി ഇപ്പോൾ ചൈന കോളനിയിൽ അവിടെയും ഇവിടെയും ക്ലിനിക്കിലൊക്കെ അഡ്മിറ്റായി വിഷബാധയായി ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നുള്ള ആ ഒരു വിവരം കേട്ടോ. പിന്നീട് പറയുകയാണ്, ഇതിനെ ഈ ഒരു ഫുഡ് ഇന്ന ഹോട്ടലിൽ നിന്ന് കഴിച്ച ഫുഡാണ്, ആ ഹോട്ടലിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ച ഫുഡാണ്, ആ ഫുഡിൽ നിന്ന് വിഷബാധ ഏറ്റതാണ്. ഇത് കലക്ടറുടെ അനുമതിയോട് കൂടിയിട്ടാണ് അവർക്ക് ഈ ഫുഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ DGP പറയുന്നുണ്ട്, ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം എന്നുള്ള ആ തീരുമാനം ന്യൂസിൽ അങ്ങ് പറയുമ്പോൾ ഷാനി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. ഇതേ സമയം ഹോസ്പിറ്റലിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്, സരോജും പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ തൻ്റെ മക്കളൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പെറുക്കി എടുത്ത് കൊണ്ടുപോകുന്ന ആ സീനെ കാണിക്കുന്നുണ്ട്. ഇത് കാണുന്ന ശാലിനി അനുപല്ലവിയോട് പറയണം, ഇനി ഒന്നും നോക്കാനില്ല, പോവാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത്, എന്താ മേഡം ഈ പറയുന്നത്, ഇപ്പോൾ ജനങ്ങളുടെ കൂട്ടത്തിലോട്ട് മേഡം ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായും മേഡത്തിനെ കൊണ്ടല്ല അവർ അഴയെണ്ണിക്കുമെന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം എന്താ നീ പറയുന്നത്, ഇത് കണ്ടിട്ട് ഞാൻ ഇവിടെ പേടിച്ച് വിറച്ച് നീ പറയുന്നത് പോലെ 2-3 ദിവസം ഇവിടെ ഒളിച്ചിരിക്കാൻ അതൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല. എൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നടു റോട്ടിലോട്ട് ഞാൻ ഇറങ്ങണം, എന്നിട്ട് എൻ്റെ നിരപരാധിത്വം എനിക്ക് അവർക്ക് മുന്നിൽ തെളിയിക്കണമെന്ന് പറയുമ്പോൾ, മേഡം ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, നീ പറയുന്നത് കേൾക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ശാലിനി അവിടെ നിന്നും ഇറങ്ങുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇവിടെ ന്യൂസും മീഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെന്നെ തിരുത്തി പറയുന്നു, 32 കുട്ടികൾ സീരിയസിലാണ്, ഇങ്ങനെ കലക്ടറുടെ അനുമതിയോടുകൂടി ഏണിംഗ് മെമ്പർ എന്നൊരു പദ്ധതി തയ്യാറാക്കി അതിൽ ഇന്ന ഹോട്ടലിന് കൊടുത്തു. പക്ഷേ അത് ബ്ലാക്ക് ലിസ്റ്റിലുള്ള ഹോട്ടലായിരുന്നു. അത് സജിയും ഈ പറയുന്ന ഏണിംഗ് മെമ്പറായ കലക്ടറും എല്ലാം കൂടി തീരുമാനിച്ചാണ് ഈ ഒരു ഇത് ചെയ്തിരിക്കുന്നത് എന്നിങ്ങനെ പറയുന്നു. വേറൊരു ന്യൂസും അതുപോലെ തന്നെ പറയുന്നു. അങ്ങനെ 2-3 ആൾ പറയുമ്പോഴാണ് സജി സാറാണ് ഇതിൻ്റെ കോർഡിനേറ്റർ, അതുകൊണ്ട് തന്നെ സജി സാറയോട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറയട്ടോ. എന്നാൽ സജി ആണെങ്കിലോ മീഡിയക്കാർ മുന്നിലോട്ട് വരുമ്പോൾ സജിക്കൊപ്പമുള്ള PRO പറയണേ, സാർ ഇപ്പോൾ ഇവരോട് സംസാരിക്കാൻ നിൽക്കേണ്ട, മേഡത്തിനോട് സംസാരിച്ചിട്ട് മതി ബാക്കി സംസാരിക്കലെന്ന് പറയുമ്പോൾ, ഇല്ല, എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണം, എനിക്കിതിൻ്റെ പേരിൽ ഒരു രാജിവെക്കലോ എൻ്റെ ജോലി ഇല്ലാതാക്കലോ ഒന്നും എനിക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുമ്പോൾ ശാലിനി ഒരു വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇനി സജി സത്യങ്ങൾ തുറന്ന് പറയാണ്. ഇതോടുകൂടി ശാലിനിയുടെ കലക്ടർ പദവി നഷ്ടപ്പെടുകയാണ്. പക്ഷേ അതുപോലെ തന്നെ തിരിച്ചടിയോടുകൂടി തന്നെ ശാലിനി ഇങ്ങനെ കലക്ടർ പദവി പോയാലും പിന്നീട് കയറുന്നുണ്ട് കേട്ടോ. എന്നാൽ സത്യഭാമയാണെങ്കിലും ഇനി പൊട്ടിച്ചിരിക്കുന്ന നാളുകളാണ് കേട്ടോ.